പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ജൂൺ മാസം 14-ാം തീയതിയാണ്. 14-ാം തീയതി നാം ഒരു പുതിയ ആഴ്ച തുടങ്ങുകയാണ്. പുതിയ ദിവസം ദൈവം ദാനമായി നൽകി. എത്ര സുന്ദരമാണ്! ദൈവം നമ്മെ സ്നേഹിക്കുന്നതിൻ്റെ വലിയ ഉദാഹരണമാണ്. ഓരോ ദിവസവും നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പുതിയ ദിവസത്തിൽ ജീവിക്കാനുള്ള ഒരു അവസരം കർത്താവ് തരികയാണ്, അല്ലേ? സോ പുതിയ വചനം നമുക്ക് പഠിച്ചാലോ? ഇന്ന് പഠിക്കുന്ന വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വചനമാണ്. The first letter of Saint Paul to the Corinthians, chapter 6, verse 19. ഈ വചനം നമുക്ക് ഈ കഴിഞ്ഞ ദിവസമൊക്കെ നാം പഠിച്ചത് നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണെന്നാണ്, അല്ലേ? ഇന്ന് നാം പഠിക്കുന്നത് ഈ ഒരു വചനം വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്ത്യക്കാർക്ക് എഴുതിയ 1-ാം ലേഖനം 6-ാം അധ്യായം 19-ാമത്തെ വചനം. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. വചനം ചോദിക്കുക, നമ്മളോട് ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ, ദൈവം തന്നതാണ്, അപ്പോൾ ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. നിങ്ങളുടെ സ്വന്തമല്ല. നിങ്ങളുടെ സ്വന്തമല്ല. നമ്മുടെ ശരീരം നമ്മുടെ സ്വന്തമല്ല. നമുക്ക് ദാനമായ ദൈവത്താൽ നൽകപ്പെട്ട ശരീരമാണ്. നമ്മുടെ ശരീരവും ആത്മാവും എല്ലാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. പ്രിയപ്പെട്ടവരെ, വീണ്ടും നമ്മൾ നാളെ അടുത്ത വചനം പഠിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ആഴത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ സ്വന്തമല്ല, നമ്മൾ ദൈവത്തിൻ്റെതാണ്. Do you not know that your body is a temple of the Holy Spirit within you, which you have from God, and that you are not your own? നമ്മൾ നമ്മുടെ സ്വന്തമല്ല. നമ്മുടെ സ്വന്തമല്ല, നാം ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ സ്വന്തമായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അത് അങ്ങനെ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം നാം പ്രവർത്തിക്കുമ്പോൾ അത് ദൈവമാണ് നമ്മെ നയിക്കുന്നത്. നമ്മുടെ വഴികളിൽ ദൈവം നയിക്കും. വളരെ മനോഹരമായ ഒരു വചനമുണ്ട് സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ. ശൈശവത്തിലെ നടക്കേണ്ട വഴികൾ പരിശീലിപ്പിക്കുക. ശൈശവത്തിലെ നടക്കേണ്ട വഴികൾ നന്നായി പരിശീലിപ്പിച്ചാൽ, അതായത് നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം ഒക്കെ ദൈവത്താൽ നയിക്കപ്പെട്ടാൽ അത് സുന്ദരമായ ലൈഫായിട്ട് മാറും. നമുക്ക് ആഗ്രഹിക്കാം, ദൈവമേ എൻ്റെ കരം പിടിച്ച് എന്നെ നയിച്ചു കൊണ്ടുവേ, ഞാൻ അങ്ങയുടെ സ്വന്തമായി മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു ആഗ്രഹം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമേൻ.